ഇത് നോക്കണ്ടല്ലോ. തുടങ്ങല്ലേ? ക്യാമറ താഴെട്ടാണ്. ക്യാമറ കുറച്ചിട്ട് താഴെട്ടല്ലേ? കാട്ടല്ലേ? എവിടെ? Okay, welcome to Crash Learners English class. So today we are going to discuss about your +1 English. And before we go into this +1 English, let me introduce about your English. So about your English, so English language എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ +1 എത്തി നമ്മൾ ഇനി ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കും, +2 എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഇംഗ്ലീഷിനെ കൊണ്ട് ഉപയോഗം എന്തായിരിക്കും? സോ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് നമ്മളുടെ ഫ്യൂച്ചർ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ പിന്നെ നമുക്ക് ഉണ്ടാവുന്ന നെക്സ്റ്റ് ഒരു ഇത് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഈ ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമ്മുടെ മൈൻഡിലേക്ക് സെറ്റായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. സോ അതൊക്കെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ സ്മൂത്തായിട്ട് നമ്മളുടെ ഈ ക്രാഷ് ലേണേഴ്സ് ചാനൽ വഴി നമുക്ക് ഈ ഇംഗ്ലീഷ് ക്ലാസ് ഇന്ന് ആരംഭിക്കാം. അപ്പം റെഡിയല്ലേ? എല്ലാ ഫ്രണ്ട്സും റെഡി ആയിരിക്കുന്നു എനിക്കറിയാം, വിശ്വാസമുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് +1 ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് കണ്ടൻസ് നോക്കാം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 6 യൂണിറ്റ്സ് ഉണ്ട്. ഈ +1 ഇംഗ്ലീഷിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 6 യൂണിറ്റ്സ് ഉണ്ട്. എത്ര യൂണിറ്റ്സ് ഉണ്ട്? 6 യൂണിറ്റ്സ് ഉണ്ട്. സോ ഈ 6 യൂണിറ്റ്സിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നെസ്. The second unit വരുന്നത് words and deeds. Words and deeds. The third unit വരുന്നത് behind the horizon. Behind the horizon. Fourth unit വരുന്നത് braving the hazards. Braving the hazards. Fifth unit വരുന്നത് harmony of life. Harmony of life. Sixth unit വരുന്നത് leaps and bounds. Leaps and bounds. So നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റിലെ ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ് നമ്മൾ ആദ്യം ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. സോ ഗ്ലിംസ് ഓഫ് ഗ്രേറ്റ്നെസ്സിനകത്ത് യൂണിറ്റ് 1-നകത്ത് 3 ചാപ്റ്റർ ഉണ്ട്. ആ 3 ചാപ്റ്ററിന് 4. സോ 4 ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഈ സ്റ്റോറി എല്ലാവരും കേട്ട് കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ബിക്കോസ് ഇത് എല്ലായിടത്തും സ്ട്രീമിംഗ് ആയിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. റിട്ടൺ ബൈ ലിയാമോ ഫ്ലഹാറ്റി. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഐ വിൽ ഫ്ലൈ. ദാറ്റ് ഈസ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് Quest for a Theory of Everything. Quest for a Theory of Everything, Kitty Gale Fergus. Next is If, a poem by Rudyard Kipling. So, namakku ആദ്യത്തെ chapter is First Flight namakku നോക്കാം. Ready അല്ലേ? നമുക്ക് നോക്കാം. Okay, let's go. Is First Flight, written by Liamo Flahati. So നമ്മൾ ഈ ചാപ്റ്ററിന് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഓത്തറിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്കിത് പഠിക്കാം. സോ ലിയാമോ ഫ്ലഹാറ്റി എന്ന് പറയുന്ന ഒരു ഐറിഷ് നോവലിസ്റ്റ് ആയിരുന്നു. ഹി വാസ് എ ഐറിഷ് നോവലിസ്റ്റ്
and a short story writer. And he was a short story. ചെറിയൊരു കഥാകൃത്തനും കൂടെ ആയിരുന്നു. His works are noted for their psychological insight into life's problems and the ways of overcoming them. His works are noted for their psychological insight into life's problem and the ways of overcoming them. ഈ ഒരു നോവലിസ്റ്റ്, ഈ ഐറിഷ് നോവലിസ്റ്റ് ലിഹാമോ ഫഹറ്റി എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റ്, he used to write these short story based on the psychological insight of a person. Psychological insight of a person എന്ന് പറയുമ്പോൾ ഒരു ലൈഫിൽ നമ്മളെല്ലാവരുടെ ലൈഫിൽ പല പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമുക്ക് ലീഡ് ചെയ്യേണ്ടത്, മുന്നോട്ട് നല്ലൊരു രീതിക്ക് ലീഡ് ചെയ്യേണ്ടത്, അതിനകത്ത് എങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ, എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻസ് ഉണ്ടല്ലേ, ആ സൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിവിടെ ഈ ഒരു നോവലിസ്റ്റ് എഴുതുന്ന സ്റ്റോറീസൊക്കെ ബേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോറി ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്തായിരിക്കും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. His first flight relates the importance of independence and self-confidence. So it relates about the independence. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ട, സെൽഫ് കോൺഫിഡൻ്റ് ആവേണ്ട, ആസ് വെൽ ആസ് ദ നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ്. എങ്ങനെയാണ് നമ്മളൊരു ഫാമിലി ലൈഫിലേക്ക് ഇൻവോൾവ് ആവേണ്ടത്. നമ്മളെല്ലാവർക്കും ഒരു ഫാമിലി ഉണ്ട് അല്ലേ, ആ ഫാമിലി ലൈഫിന് എങ്ങനെയാണ് നമ്മൾ ഇൻവോൾവ് ആവേണ്ടത്, അവിടെ എങ്ങനെയാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത്, അറ്റ് ദ സെയിം ടൈം നമ്മൾ എങ്ങനെയാണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കേണ്ടത്. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. So, through the story, ഇതൊരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ബേർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ബേർഡിൻ്റെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് ഈ കൺവേസ്, അതായത് ഈ ഗീവ്സ് എ മെസ്സേജ്, ദ റൈറ്റർ ഈസ് ഗിവിങ് എ മെസ്സേജ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം. എന്താണ് നമ്മളുടെ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം, നമുക്ക് എത്രമാത്രം സെൽഫ് എസ്റ്റീം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അറ്റ് ദ സെയിം ടൈം സെൽഫ് റിലയൻസ്, ദാറ്റ് ഈസ് സെൽഫ് റിലയൻസ്, റിലയിങ് യുവർ സെൽഫ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി സ്റ്റോറി. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും സ്റ്റോറി കേൾക്കണം, നല്ല മൂഡിലാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് സ്റ്റോറിയൊക്കെ കേൾക്കാം. സ്റ്റോറി മാക്സിമം നമുക്ക് പൊളിക്കാം കേട്ടോ. ഓക്കെ, ദിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഈ സ്റ്റോറിനകത്ത് വരുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സീഗൾ. SEAGULL, സീഗൾ. സോ സീഗൾ എന്ന് പറയുന്നത് കടൽ പക്ഷി. സീഗൾ എന്ന് പറയുന്നത് കടൽ പക്ഷി. ആ കടൽ പക്ഷിൻ്റെ ലൈഫിലുണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, ദാറ്റ് ഈസ് ഹൗ ഈസ് ട്രൈങ് ടു ഫ്ലൈ. I was trying to fly where he thought that he was not able to fly. സോ ഈ ഒരു സീഗൾ, ഈ ഒരു വ്യക്തി, സീഗൾ എന്ന് പറഞ്ഞ ഒരു പക്ഷി, ഒരു കുഞ്ഞു പക്ഷി വിചാരിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവന് പറക്കാൻ പറ്റില്ല എന്ന്. ബട്ട് by the try of his attempt, by the help of his parents, അതായത് മദർ, പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരൊക്കെ ഇതിനകത്ത് ആ ഒരു സീഗളിന് ഇൻസ്പിറേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ് കൊടുത്തത് പറക്കാൻ വേണ്ടി. സോ നമ്മുടെ ജീവിതത്തിലും അതേപോലെ കുറേ ടാസ്കുകൾ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മളെ ഫാമിലീസ് ആയിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വികസിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ്, ക്രിയേറ്റിവിറ്റി, നമ്മളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കാൻ സഹായിക്കുന്ന ആരായിരിക്കും? ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും അല്ലേ. സോ നമ്മളുടെ ഈ ഒരു കഴിവ് മുന്നോട്ടിങ്ങനെ എങ്ങനെയാണ് എൻകറേജ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഈ സ്റ്റോറിയിൽ വരുന്നത്. വായിക്കാം. ഇതിൻ്റെ നോട്ടൊക്കെ ഞാൻ തരാം, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നോട്ട്സും ഇതിൽ വരുന്ന കുറേ വേർഡ്സിൻ്റെ മീനിങ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ. ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഹിസ് ledge. The young seagull was alone on his ledge. So ledge എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ledge എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ledge എന്ന് പറഞ്ഞാൽ a narrow horizontal projection from a vertical surface. ഒരു
vertical സർഫേസിനകത്ത് പ്രൊജക്ഷൻ ഉണ്ടാവും. ഒരു നാരോ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഫ്രം എ വെർട്ടിക്കൽ സർഫേസ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ അവിടെ കാണും നിങ്ങളുടെ ലെഡ്ജ് പറയുന്നത് എന്താണെന്ന്. ഓക്കെ, so the young seagull was alone on his ledge. അവനൊരു alone ആയിരുന്നു ledgeൽ പുറത്ത്. His two brothers and the sister had already flown away the day before. So his sister and his brother, he had two brothers and a sister, had already flown away the day before. അത് നേരത്തെ തന്നെ അവൻ്റെ രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും പറന്നു പോയി. അവരുടെ ഭക്ഷണങ്ങൾ തേടി പറന്നു പോയി. ബേർഡ്സ് എങ്ങനെ പറക്കുന്നത്? അവരുടെ ഭക്ഷണം എടുക്കാനും പിന്നെ അവർക്കൊരു ഹാപ്പിനെസ്, അവർ നടന്ന് അവർ ഭക്ഷണം കണ്ടെത്തുന്നല്ലേ. സോ അതേപോലെ അവൻ്റെ രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും നേരത്തെ തന്നെ പറന്നു. അതായത് ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇന്നല്ലേ. He had been afraid to fly with them. So but ഈ സീഗൽ എന്ന് പറഞ്ഞ പക്ഷി, ഈ കുഞ്ഞു പക്ഷിക്ക് ഭയങ്കര പേടിയായിരുന്നു പറക്കാൻ. So he had been afraid to fly with them. So he was very afraid to fly with them. അവന് ഭയങ്കര പേടിയായിരുന്നു അവരുടെ കൂടെ പറക്കാൻ വേണ്ടി. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wing, he became afraid. But അവൻ ശ്രമിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും കുറച്ച് ദൂരെ ഓടി forward to the brink of the ledge and attempted to flap. ട്രൈ ചെയ്താലും, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ചിറകിട്ട് പൊക്കി അടിക്കാൻ ശ്രമിച്ചാലും he was becoming afraid. അവന് ഭയങ്കര പേടിയായിരുന്നു. സോ നമ്മളെ ലൈഫിൽ ഇത് നമ്മൾ റിലേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മളെ ലൈഫിൽ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ കുറച്ച് ടെൻഷനും നെർവസ്നെസ് ഒക്കെ ഉണ്ടാകും അല്ലേ. പോയി ആ ടെൻഷനും നെർവസ്നെസ് ഒക്കെ നമുക്ക് മാറി കിട്ടാം. So what happened here? The great expanse of sea stretched down beneath, and it was such a long way down, miles down. So the great expanse of sea stretched down beneath. So അവൻ ഇങ്ങനെ കുറച്ച് ഓടി വന്ന് ആ ലെഡ്ജിൻ്റെ അറ്റത്തൂടെ വന്ന് അവൻ്റെ ചിറക് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചപ്പം, പറക്കാൻ ശ്രമിച്ചപ്പോൾ അവന് പേടിയായി. ആ പേടി വരുന്നപ്പം എന്തായി? ഡ്യൂ ടു ദി ഗ്രേറ്റ് എക്സ്പാൻസി ഓഫ് സീ. അവന് കണ്ടപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പാൻസി ഓഫ് സീ വിച്ച് വാസ് സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത്. അവൻ നിൽക്കുന്നതിന് നേരെ താഴെ വലിയൊരു കടലുണ്ടായിരുന്നു. And it was such a long way down, miles down. It was a very long way down and miles down. He felt certain that his wings could never support him. So അവന് തോന്നി അവൻ്റെ വിങ്സ് പറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യൂല. So what happened? So he bent his head and ran away back to the little hole under the ledge where he slept at night. So അവൻ എന്തായി? ആകെ സങ്കടത്തിൽ വീണ്ടും അവൻ്റെ തല കുനിച്ചെന്ത് ചെയ്തു? അവൻ തിരിച്ചു ഓടിപ്പോയി. അവൻ്റെ ചെറിയൊരു ലിറ്റിൽ ഹോൾ ഉണ്ടായിരുന്നു അണ്ടർ ദി ലെഡ്ജിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു അവന് കടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. സോ ആ ഭാഗത്തേക്ക് അവന് ഓടി ചെന്ന് ഉറങ്ങാൻ അവിടെ ഇരുന്നു, ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ. സോ ഈ ഒരു സെൻറ്റൻസ് അവന് പറയുന്നത് he was upset. So he was totally upset that he could not fly. Okay. So next എന്തായി? Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away. സോ അവൻ്റെ രണ്ട് ബ്രദറും അവൻ്റെ സിസ്റ്ററിൻ്റെയും വിങ്സ് ഇവനെക്കാട്ടിലും ചെറുതായിരുന്നു, ഷോർട്ടർ ആന്നിരുന്നിട്ടും കൂടെ അവരെന്ത് ചെയ്തു? ദേ യൂസ് ടു റൺ ടു ദ ബ്രെയിൻ ആൻഡ് ഫ്ലാപ്പ് ദെയർ വിങ്സ്. അവൻ്റെ വിങ്സ് കൊണ്ട് അവർ ഫ്ലാപ്പ് ചെയ്ത് അവർ പറക്കാൻ ശ്രമിച്ചു, അവർ പറക്കുകയും ചെയ്തു. ബട്ട് ഇവനെ കൊണ്ട് അത് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താ? അവൻ്റെ വിങ് രണ്ട് ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കാട്ടിലും കുറച്ചുകൂടെ വലുതാണ്, എന്നിട്ടും അവന് പറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവന് പേടി. He failed to muster up
courage to take the plunge which appeared to him so desperate. So he failed to muster up. അവന് അതിന് ഫെയിലായി. So he could not do. അവനപ്പം courage നഷ്ടപ്പെട്ടു. To take that plunge which has appeared to him so desperate. He was so desperate. അവന് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അവന് പറക്കാൻ പറ്റില്ല. കുറേ പ്രാവശ്യം അവന് ഓടി എത്തുമായിരുന്നു ബ്രിങ്കിലേക്ക്, എഡ്ജ് ഓഫ് ദ ബ്രിങ്ക്, അതായത് ലെഡ്ജിൻ്റെ ബ്രിങ്കിലേക്ക് എഡ്ജിൽ വരുമായിരുന്നു. അവൻ പറക്കാൻ ശ്രമിക്കുമായിരുന്നു. ബട്ട് അവനെ കൊണ്ടത് പറക്കാൻ പറ്റുന്നില്ലായിരുന്നു. So what happened? His father and mother had come around calling to him surely and scolding him, threatening to let him starve on his ledge unless he flew away, but for the life of him he could not move. So I'll repeat this again. His father and mother had come around calling to him surely, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. സോ നമ്മുടെ വീട്ടിൽ ഈ സംഭവം നടക്കാറുണ്ട് അല്ലേ? ഇത് നമ്മുടെ വീട്ടിലൊക്കെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പാരൻസ് നമ്മളെ വഴക്ക് പറയും അല്ലേ? ഒച്ചയ്ക്ക് സംസാരിക്കും, ഷൗട്ട് ചെയ്യും നമ്മുടെ അടുത്ത്. അതിനാണ് പറയുന്നത് ഷെർലി, അതായത് ലൗഡ് വോയിസ്, യൂസിങ് എ ലൗഡ് വോയിസ് ആൻഡ് സ്കോൾഡിങ് ഹിം. ഇവിടെ ആരാ സ്കോൾഡ് ചെയ്യുന്നത്? ഈ പക്ഷീൻ്റെ അച്ഛനും അമ്മയും. ഇവൻ്റെ അച്ഛനും അമ്മയും ഇവനെ വഴക്ക് പറയുമായിരുന്നു. ഇവനെ വഴക്ക് പറഞ്ഞിട്ട് ഇവനോട് എന്ത് പറയുമായിരുന്നു? ത്രെറ്റനിങ് ചെയ്യുമായിരുന്നു. നിനക്ക് ഇന്നത്തെ ഭക്ഷണം ഞാൻ തരത്തില്ല, നീ പറക്കാതിരുന്ന, നീ പറക്കണം, നീ പറന്നേ പറ്റുള്ളൂ, പറന്ന് നിന്റെ ഭക്ഷണം കണ്ടെത്തണം, അല്ലെങ്കിൽ നിനക്കിന്ന് ഭക്ഷണം തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചയ്ക്കുള്ള ഭാഷയിൽ, അവരുടെ ഭാഷയിൽ, അതായത് പക്ഷികൾക്കൊരു ഭാഷയുണ്ട് അല്ലേ? ഗാ 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 എന്ന് പറയുന്നൊരു ഭാഷയാണ്. ആ ഭാഷയിലായിരുന്നു ഇവർ കോൺവെർസേഷൻ നടക്കുന്നത്. ഇതെത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു നമ്മളുടെ നോവലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ലിഹാം ഓഫ് ലഹാറ്റി നമുക്ക് എങ്ങനെയാണ് ഇത് ഒരു ഡെപ്തിലേക്ക് നമുക്ക് ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത്. നല്ല രസമായിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. അവൻ്റെ ലൈഫിൽ അവൻ എന്താ ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് അവന് തോന്നുന്നത്? അവന് പറക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവൻ്റെ മൈൻഡിൽ സെറ്റായി പോയി. സോ നമ്മളെല്ലാവരുടെ മൈൻഡിൽ കോൺസെപ്റ്റ് പറ്റില്ല എന്നുള്ള സെറ്റായി കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഗോ ടു എനിവെയർ ടു റീച്ച് മൈ ഡെസ്റ്റിനി എന്നുള്ളൊരു തോട്ട് നമ്മളുടെ മൈൻഡിൽ സെറ്റാക്കുകയാണെങ്കിൽ വി ക്യാൻ റീച്ച് അവർ ഡെസ്റ്റിനി ബിഹൈൻഡ് ദ ഡെസ്റ്റിനി. Okay, so that is what we have to be as a youngsters of this society. So you guys should improve you, that make sure that you can reach your destiny. Okay, so let's go back. That was 24 hours ago. Since then nobody had come near him. So already 24 hours ആയി, അവൻ്റെ അടുത്ത് ആരും വന്നില്ല. അവൻ്റെ പേരൻസ്, അവൻ്റെ സിബ്ലിങ്സ് ആരും അവൻ്റെ അടുത്ത് വന്നില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. So what happened? Since then nobody had come near. 24 hours ആരും അവൻ്റെ അടുത്ത് വന്നില്ല. But the day before, നേരത്തെ തലേ ദിവസം ഇവൻ എന്തൊക്കെ കണ്ടിരുന്നു? All day long he had watched his parents flying about us with his brothers and sisters. So അവൻ്റെ പേരൻസ് അവൻ്റെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിനെ കൂടെ ഫ്ലൈ ചെയ്യുന്നത് ഇവൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു, ഇവൻ കണ്ടുകൊണ്ടിരുന്നു. പെർഫെക്റ്റിംഗ് ദം, അവരെ പെർഫെക്റ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളെ പാരൻസ് നമ്മളെ കറക്റ്റ് ചെയ്യും, പെർഫെക്റ്റ് ചെയ്യും അല്ലേ? അതേപോലെ ഇവൻ്റെ പാരൻസ് ഇവൻ്റെ 2 ബ്രദറിനെയും സിസ്റ്റേഴ്സിനെയും ഇവൻ്റെ സിബ്ലിങ്സിനെയും പെർഫെക്റ്റിംഗ് ചെയ്യാനോ. എന്തിന് പെർഫെക്റ്റിംഗ് ചെയ്യാനോ? ഫോർ ദി ഹാർട്ട് ഓഫ് ഫ്ലൈറ്റ്. ഹാർട്ട് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ട് ഓഫ് ഫ്ലൈയിങ്. Teaching them how to skim. That's why I was teaching them how to skim the waves. വേവ്സിൽ എങ്ങനെയാണോ അവർക്ക് സ്കിം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണോ അവർക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ എങ്ങനെയാണോ അവർക്ക് ഡൈവ് ചെയ്ത് എന്താ എടുക്കുക?
എന്താണ് ഈ പക്ഷി എടുക്കാൻ പോകുന്നത്? കടൽ പക്ഷിക്ക് എന്താണ് ആഹാരം? മീൻ. യെസ്, ഫിഷ്. സോ എങ്ങനെയാണ് അവർ ഡൈവ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഫിഷിനൊക്കെ എടുക്കുന്നതൊക്കെയായിരുന്നു അവരുടെ പേരൻസ് അവൻ്റെ 2 ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അവൻ്റെ സിബ്ലിങ്സിന് പറഞ്ഞു കൊടുത്തോണ്ടെന്ന്. ഇവന് സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? Was observing it. He was observing it. Even though he could not fly, he was observing the art of flight. So that will help him. You will see that. So what happened? He had, in fact, seen his older brother catch his first earring and jewel it. So, in fact, അവൻ്റെ ഓൾഡർ ബ്രദർ catches first earring എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീൻ അതിന് ഫസ്റ്റ് ക്യാച്ച്, അതായത് അവൻ ആദ്യമായിട്ടാണ് പറക്കുന്നത്. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ആദ്യമായിട്ടാണ് പറക്കുന്നത്. അവർ പറക്കുമ്പം അവൻ ആദ്യമായിട്ട് ഡൈവ് ചെയ്ത് ഫസ്റ്റ് ഇയറിങ്, അതായത് ആദ്യത്തെ ഒരു ഇരയെ അവനെ പിക്ക് ചെയ്തു, അതായത് മീനിനെ പിക്ക് ചെയ്തു. ആൻഡ് ഡിവോർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. സോ സ്റ്റാൻഡിങ് ഓൺ എ റോക്ക് while his parents circled around raising a proud cackle, and all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing up at his cowardice. സോ എന്തായി? ഇവിടെ അവൻ്റെ ഓൾഡർ ബ്രദർ എന്ത് ചെയ്തു? മീനിനെ, ആദ്യത്തെ ഇരേനെ പിടിച്ചു അത് നല്ല ആസ്വദിച്ച് അവൻ്റെ ആ റോക്കിൽ നിന്ന് കഴിക്കുമായിരുന്നു അല്ലേ? നമുക്കിതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ആസ്വദിച്ച് കഴിക്കും അല്ലേ? അതേപോലെ അവൻ്റെ ഓൾഡർ ബ്രദർ ചെയ്തത്, ഇവൻ ഇത് കണ്ടിട്ട് ഇവനിങ്ങനെ നാവലിങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക, എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ബ്രദർ ഇത് പോയി ആദ്യം തന്നെ പോയി ഇര എടുത്തു, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ടെൻഷനും സങ്കടവും അതേ സമയത്ത് ഭയങ്കര ഡൗണും ആയിരുന്നു. അപ്പോൾ എന്തായി? വാലസ് അവൻ്റെ പാരൻസ് ഈ ബ്രദറിൻ്റെ ചുറ്റിനും സർക്കിൾ ചെയ്ത് അവരെ എന്ത് ചെയ്യുന്നു? പ്രൈസിങ് ഫോർ വാട്ട്? ഫോർ ഹിസ് earring and devour. And all the morning the whole family had walked about on the big plateau. So അവൻ്റെ എല്ലാ ഫാമിലീസ് ഇവനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ബിഗ് പ്ലാറ്റ്യൂവിൽ നടക്കുമായിരുന്നു. the whole morning. Midway down the opposite cliffലേക്ക് പോകുന്ന വഴിക്ക് ഇവൻ അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഈ ലെഡ്ജിൻ്റെ മുകളിൽ അവൻ ഇരിക്കുന്നുണ്ട്. ഇവനെ നോക്കി അവർ ചിരിക്കുന്നുണ്ട്. ലാഫിങ് അറ്റ് ഹിസ് കവേർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബ്രേവ് ഇല്ലാത്തത്, കവേർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രേവ് കുറയുന്നത്, ബ്രേവ്നെസ് ഇല്ലാത്തൊരാളിനെ കവേർഡേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ അവനെ ഒരു കളിയാക്കുണ്ടായിരുന്നു. അവന് ഭയങ്കര അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമല്ലേ? നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നോക്കി ആരെങ്കിലും കളിയാക്കി ഭയങ്കര സങ്കടമല്ലേ? ഓക്കെ, സോ അതേ ഒരു സംഭവമായിരുന്നു നമ്മുടെ കടൽ പക്ഷിയായ ഈ കൊച്ചു കൂട്ടുകാരന് സംഭവിച്ചത്. നെക്സ്റ്റ് എന്തായി നോക്കാം. ദ സൺ വാസ് നൗ അസെൻഡിങ് ദി സ്കൈ. അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത്തിലേക്ക് വരിക. ദ സൺ ഇസ് അസെൻഡിങ് ദി സ്കൈ. നട്ട ഉച്ചയ്ക്ക് ആവുക. ബ്ലേസിങ് വാംലി ഓൺ ഹിസ് ലെഡ്ജ്. അതായത് ബ്ലേസിങ് വാംലി എന്ന് ചൂട് കാറ്റായിരുന്നു അവൻ്റെ ലെഡ്ജിലേക്ക് അടിക്കുന്നത്. ദാറ്റ് ഫേസ്ഡ് ദി സൗത്ത്. ഇറ്റ് വാസ് ഫേസിങ് ടുവേർഡ്സ് ദി സൗത്ത് ഹെമിസ്ഫിയർ. He left the eat because he had not eaten since the previous nightfall. He felt the eat because he had not eaten since the previous nightfall. So, അവൻ നല്ല ചൂടെടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവന് തലേദിവസം രാത്രിയും കൂടെ ഒരു ഭക്ഷണം കഴിച്ചില്ല. എന്തുകൊണ്ട് അവന് ഭക്ഷണം കഴിക്കാൻ പറ്റാഞ്ഞത്? അവന് ശ്രമിക്കാത്തതുകൊണ്ട്. അവന് തന്നെ പറന്ന് ഭക്ഷണം പോയി തേടിയെടുത്തിരുന്നെങ്കിൽ അവന് കിട്ടിയേനെ പറ്റും. അവന് ശ്രമിച്ചില്ല. അവന് ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഓഫ് ഹിസ് ഫിയർ ഇൻ ഹിസ് മൈൻഡ് സെറ്റ്. സോ അവന് ഫിയർ ആയിരുന്നു. അവന് പറക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അവൻ മൈൻഡ് സെറ്റിലാക്കി വെച്ചിരുന്നു. സോ അതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന് ഭക്ഷണം കഴിച്ചില്ല. അറ്റ് ദ സെയിം ടൈം നല്ല ഉച്ചവെയിലായിരുന്നു. ഉച്ചവെയിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പം എന്നാൽ ചൂട് കാറ്റും. നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? നമ്മൾ തളർന്നു പോകും. അതേപോലെ ഈ കുഞ്ഞ് കൂട്ടുകാരനും തളർന്നു പോയി. സോ വാട്ട് ഹാപ്പൻ? Then he had found a dried piece of mackerel's tail at the far end of his ledge.
So he found a dried piece of Mackle's tail at the far end of his ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gowned at the dried piece of eggshell. It was like eating a part of himself. So അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തലേ ദിവസം കഴിച്ചില്ല. അവർ നോക്കിയപ്പം അവിടെ ഒരു മത്തീൻ്റെ ഒരു വാലുണ്ടായിരുന്നു. ഒരു ഉണങ്ങിയ മത്തീൻ്റെ ഒരു വാലുണ്ടായിരുന്നു. അതെങ്കിലും അവൻ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അതും കൂടെ അവന് കിട്ടിയില്ല. സോ ദർ വാസ് നോട്ട് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഒരു ചെറിയൊരു തുള്ളി ഒരു ഫുഡും കൂടെ അവന് കിട്ടിയില്ല. അപ്പോൾ ഈ സ്റ്റാർട്ട് സെർച്ചിങ് എവറി ഇഞ്ച് അവന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആൻഡ് റൂട്ടിങ് അമോങ് ദ റഫ്, എല്ലായിടത്തും അവന് മാന്താൻ തുടങ്ങി. എന്തെങ്കിലും കിട്ടുമോ, മാന്തി നോക്കി എന്തെങ്കിലും കിട്ടുമോ നോക്കുമായിരുന്നു. ആൻഡ് ഡേർട്ട് കേക്ക് സ്ട്രോ നെസ്റ്റ്, അവൻ്റെ നെസ്റ്റ്, അതായത് അവന് ജനിച്ച നെസ്റ്റിനകത്ത് ഡേർട്ട് കേക്ക് സ്ട്രോ നെസ്റ്റ് ആയിരുന്നു അത്. സോ ഈ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ വെർ ബി ഹാച്ച്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് അവർ മുട്ടയിൽ നിന്ന് വിരിഞ്ഞത്. അവിടെ നോക്കിയപ്പോൾ even gaunt the dried piece of eggshell. Gaunt എന്ന് പറഞ്ഞാൽ bite. Gaunt എന്ന് പറഞ്ഞാൽ bite. So bite even the dried piece of eggshell. അവന് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ആ മുട്ടത്തോടിനെയും കൂടെ അവന് ഒരു ചെറിയൊരു കടി കടിച്ചു നോക്കി. സോ അവന് തോന്നി എന്താ, he was eating himself. He was eating a part of himself. സോ നെക്സ്റ്റ് എന്തായെന്ന് നോക്കാം. സോ അവന് എന്താ തോന്നി, അവന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അല്ലേ. അവന് ഒരു ഭക്ഷണം കിട്ടിയില്ല. അവന് എല്ലായിടത്തും അന്വേഷിച്ചു, അവിടെ ഒന്നുമില്ലായിരുന്നു. അവസാനം അവൻ്റെ നെസ്റ്റിലേക്ക് പോയി. നെസ്റ്റിൽ പോയപ്പോൾ അവൻ്റെ അതായത് അവന് പുറത്ത് വന്ന ഹെഗ് ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിനെയും കൂടെ അവന് ഒരു കടി പിടിച്ച് നോക്കി. അപ്പോൾ അവൻ കടിച്ചപ്പോൾ അവനക്ക് തോന്നിയത് എന്താ, ഹി വാസ് ട്രൈയിങ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ദെൻ എന്തായെന്ന് നോക്കാം. He then trotted back and forth from one end of the ledge to another. It then trotted back and forth from one end of the ledge to the other. And trotted എന്ന് പറഞ്ഞാൽ a brisk walk. Trotted എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ brisk walk. So he was walking briskly forth and back. അതായത് മുന്നോട്ട് നടക്കുന്നു, പുറകോട്ട് നടക്കുന്നു, മുന്നോട്ട് നടക്കുന്നു, പുറകോട്ട് നടക്കുമായിരുന്നു. His long grey legs stepping daintily. അവൻ്റെ വലിയ കാലായിരുന്നു, ലോങ് ഗ്രേ ലെഗ്സ് ആയിരുന്നു. സ്റ്റെപ്പിംഗ് ഡാൻസ്ലി, പെയ്യെ വെക്കുമായിരുന്നു. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് എസ് പാരൻസ്. അവന് ട്രൈ ചെയ്യുമായിരുന്നു എങ്ങനെയെങ്കിലും അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോകണം. അപ്പം അതിൽ മനസ്സിലാക്കുന്ന എന്താ, അവൻ്റെ പാരൻസ് ഈ ലെഡ്ജിലല്ല, കുറച്ചപ്പുറത്ത് മാറിയിരിക്കുന്ന ഒരു ലെഡ്ജിലായിരുന്നു അവൻ്റെ പാരൻസ്. So, trying to find some means of reaching his parents without having to fly. അവന് ഫ്ലൈ ചെയ്യാതെ എങ്ങനെയെങ്കിലും അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകണം. എന്നാലും കണ്ട് അവന് ശ്രമിക്കുന്നില്ല അവന് പറക്കണം എന്നല്ലേ. എന്നാലും എന്തൊക്കെ അവന് കാണിക്കുന്ന നോട്ടിനെസ് എന്നൊന്ന് നോക്കാം. But on each side of him, the ledge ended in a sheer fall of precipice. So each side of the ledge നോക്കുവാണെങ്കിൽ ended in a sheer fall of piece of precipice with the sea beneath. So spaces ഉണ്ടായിരുന്നു. ആ സ്പേസസിൻ്റെ നടക്ക് സീ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇവന് കടക്കും, ഇവനെ പറക്കാൻ ഇവന് പേടിയാ. ഇവനെ പറന്നില്ലെങ്കിൽ ഇവനെങ്ങനെ ചാടി കിടക്കാനോ ഉള്ളത് ഭയങ്കര പേടിയാ. സോ അതൊക്കെ അവനിങ്ങനെ ഭയങ്കര പേടിയായിട്ട് നടക്കുമായിരുന്നു. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈറ്റ് ക്രാക്ക്. സോ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ദർ ഇസ് എ ഡീപ്പ് വൈറ്റ് ക്രാക്ക് ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ എന്തായി, ഷോർലി he could reach them without flying if he could only move northwards along the cliff face. He could reach, അവന് റീച്ച് ആവാൻ പറ്റും അവൻ്റെ പാരൻസിന്, ഈവൻ ദോ അവിടെ ഒരു വൈറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡീപ്പ് വൈറ്റ് ക്രാക്ക് ഉണ്ടെങ്കിലും അവന് അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോകാൻ പറ്റും. only by moving towards the northwards along the cliff face അതായത് നാരോ ഫേസിലേക്ക് അവന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ബട്ട് ദെൻ what could he walk? എങ്ങനെ ഇവന് നടക്കും?
There was no ledge and he was not a fly. അവിടെ ledge ഇല്ല, ക്ലിഫ് എന്ന് പറഞ്ഞ നാരോ പ്ലേസ്, അവിടെ നടക്കാൻ അവനെ കൊണ്ട് സ്പേസ് ഇല്ല. അപ്പം നോർത്ത് സൈഡിലേക്ക് പോയാൽ അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് എത്തും. ബട്ട് അവനെ കൊണ്ട് നടക്കാൻ അവിടെ സ്ഥലമില്ല. അവന് ഫ്ലൈ ചെയ്താൽ പറ്റുള്ളൂ. ബട്ട് അവനത് ഫ്ലൈ ചെയ്യാൻ അവനെ അറിയത്തുമില്ല, അവനെ ചെയ്യത്തുമില്ല. And above him he could see nothing. അതിൻ്റെ മേലെ നോക്കുമ്പോൾ there's nothing. The precipice was sheer and the top of it was perhaps farther away than the sea beneath him. The precipice was sheer and the top of it was perhaps farther away than sea beneath him. So, നോക്കുമ്പോൾ sheer ആയിട്ടുണ്ട്, cracked ആയിട്ടുണ്ട്. At the same time, the top of it was perhaps farther away the sea was beneath. beneath നോക്കുമ്പോൾ നാളെ നോക്കുമ്പോൾ വലിയ കടൽ, അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വലിയൊരു ക്രാക്ക്, അവന് പോകാനും പറ്റില്ല, ആകെ ഒരു കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവനുണ്ടായത്. അപ്പോൾ എന്തായി, ഈ സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. അവന് പെയ്യെ a brink of the ledge, edge of the ledgeലേക്ക് പോയി. And standing on one leg, അവൻ ഒറ്റ കാലിൽ നിന്ന്, അവൻ്റെ രണ്ട് കാലുണ്ട്, അതിൽ ഒറ്റ കാലിങ്ങനെ പൊങ്ങി നിന്നിട്ട് with the other leg hiding under his wings, other leg hiding under his wings, he closed one eye, ചെറുതായിട്ട് ഒരു കണ്ണവന് അടിച്ചിട്ട് then the other, പിന്നെ അത് നമ്മൾ കണ്ടിട്ടില്ലേ, പക്ഷികളൊക്കെ ഒറ്റ കാലിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങുന്ന പോലെ അവർ പ്രിട്ടൻഡ് ചെയ്യുന്നത്, അതേപോലെയാണ് ഇവനും ചെയ്തത്. ആൻഡ് പ്രിട്ടൻഡഡ് ടു ബി ഫാളിങ് അസ്ലീപ്. സ്റ്റിൽ ദേ ലുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. എന്നാലും അവൻ ഇതൊക്കെ കാണിക്കുന്ന ആർക്കാ? അവൻ്റെ പേരൻസിനെ, അവൻ്റെ സിബ്ലിങ്സിനെ. ബട്ട് അവരെന്താ ചെയ്യുന്നത്? ഇത് നോട്ടീസേ ചെയ്യുന്നില്ല. ഇത് നോട്ടീസ് ചെയ്യാതെ he saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. His father was preening the feather of his white back. Only his mother was looking at him. So ഇവന് ഇങ്ങനെ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് അവൻ്റെ ഒരു കാല് ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഒറ്റ കണ്ണടിച്ചിട്ട് അവനിങ്ങനെ നോക്കിയിരിക്കുക, പ്രിറ്റൻഡിങ് ടു ബി ഫാളിങ് അസ്ലീപ്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചു? അവന് ഉറങ്ങണം എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്താ ആക്ടിങ് ചെയ്യുക. അപ്പോൾ ആക്ടിങ് ചെയ്യുന്ന സമയത്ത് അവനിത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്? അവൻ്റെ പേരൻസിനെ. അവനൊന്നും കഴിച്ചിട്ടില്ല, ആകെ വിശന്നിട്ട് അവശതനായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ പേരൻസിനകത്ത് എത്തും ചെയ്യാൻ അവൻ്റെ പേരൻസ് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. അപ്പം അതുകൊണ്ട് ഇവനൊരു അഭിനയിക്കാൻ തുടങ്ങി. എന്നാലും അവൻ്റെ സിസ്റ്ററും ബ്രദറും ഇവനെ മൈൻഡ് ചെയ്തില്ല, ഇവനെ നോക്കിയും കൂടെ ഇല്ല. അവരെന്താ ചെയ്തു? ഹെഡ് സാങ്ങിങ് ടു ദർ നെക്സ്, അത് അവൻ്റെ തല നെക്കിലേക്ക് ആക്കി അവരവരുടെ പാട്ടിന് സുഖമായിട്ടൊന്ന് ഉറങ്ങുമായിരുന്നു. ഹിസ് ഫാദർ വാസ് പ്രൈനിങ് വിത്ത് ദ ഫെദർ ഓഫ് ഹിസ് വൈറ്റ് ബാക്ക്. അവൻ്റെ ഫാദർ ആ ഫാദറിൻ്റെ വിങ്സിനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു. പ്രൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ദ ഡേർട്ട് ഓഫ് ദി ഫെദർ, ക്ലീനിങ് ദ ഡേർട്ട് ഓഫ് ദ ഫെദർ ആൻഡ് കീപ്പിംഗ് ഇറ്റ് ക്ലീൻ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഈ കാക്ക, നമ്മൾ യൂസ്വലി കാണുന്ന ക്രോസ് അല്ലെങ്കിൽ ഏത് ബേർഡ്സ് ആയാലും അതിന് ഫെദേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ബീക്കിനെ കൊണ്ട് അത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈനിങ്. ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്, വൈറ്റ് ചിറകിനെ വൃത്തിയാക്കുമായിരുന്നു. only his mother was looking at him. അവൻ്റെ അമ്മ മാത്രം അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാ അവൻ്റെ അമ്മ ഇവൻ കാണിച്ച് കൂട്ടുന്നെന്ന് മാത്രം ശ്രദ്ധിക്കുമായിരുന്നു അല്ലേ? നമ്മളെ പാരൻസൊക്കെ അങ്ങനെയല്ലേ? ഇങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ അമ്മമാരെ നമ്മളെ ഇങ്ങനെ ശ്രദ്ധിക്കും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? നമ്മുടെ വീട്ടിൽ എന്ത് കാര്യത്തിനും നമ്മളെ അമ്മ അല്ലേ? ചില വീട്ടിൽ അച്ഛനായിരിക്കും. സോ രണ്ടും ഉണ്ടാവും, ചില വീട്ടിൽ രണ്ടുപേരുണ്ടാവും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ ഇവിടെ അമ്മ കൂടുതലായിട്ട് ഇവനെ ഇത് ശ്രദ്ധിക്കുമായിരുന്നു, ഇവൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ പോസ്റ്റിങ്ങനെ. പിന്നെ എന്തായി നോക്കാം. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റൂ, a white breast thrust forward, and now and again she tore at a piece of fish that lay at her feet, then scratched each side of a beak on the rock. The sight of the foot maddened him. So ഇവൻ്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ്. സോ ലിറ്റിൽ ഹൈ ഹംപിലായിരുന്നു അവൻ്റെ
അമ്മ നിന്നിരുന്നത് on the plateau and നീ നെഞ്ചൊക്കെ ഇങ്ങനെ വിരിച്ച് നിൽക്കുമായിരുന്നു towards the forward and now and again she tore a piece of fish that lay at her feet. അമ്മ എന്ത് ചെയ്തൊരു മീനിൻ്റെ കഷ്ണം എടുത്തിട്ട് ഫീറ്റിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ചുണ്ടുകൊണ്ട് അതിട്ട് പാറപുറത്തിങ്ങനെ ഉറയ്ക്കുമായിരുന്നു. സോ ഇത് കാണുമ്പോൾ ഇവന് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ നല്ല വിശക്കുന്നുണ്ട്. ഇതും കൂടെ കാണുമ്പോൾ എന്താവും, നമുക്ക് ആ ഭക്ഷണം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്ന് തോന്നുന്നല്ലേ. ആ ഒരു മാഡ്നസിലേക്ക് അവനെ കൊണ്ടുവരാൻ, അവനെ ശ്രമിപ്പിക്കാൻ, പറക്കാൻ ശ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഒരു സൂത്രം കാണിച്ചത്. സോ ആ ഒരു ട്രിക്കിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ നോക്കാം എങ്ങനെയാണോ ആ ഒരു ട്രിക്ക് യൂസ്ഫുള്ളായി മാറിയത്, എങ്ങനെയാണോ ആ ട്രിക്ക് അവന് ഉപയോഗപ്രദമായിട്ട് അവനത് ചെയ്തത്, അവനെങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ keep watching all your classes. Don't miss any of your classes. It will be very useful. Not only English, all the subjects. എല്ലാ സബ്ജക്ട്സും വാച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.